हरे कृष्ण माताजी। हरे कृष्ण। हरे कृष्ण। हरे कृष्ण। हरे कृष्ण। हरे कृष्ण माताजी। हरे कृष्ण। കേൾക്കാമോ മാതാജി? കേൾക്കാം മാതാജി. ഹരേ കൃഷ്ണ. ക്ലിയറായോ മാതാജി? ആ മാതാജി. ഹരേ കൃഷ്ണ. हरे कृष्ण। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। गुरवे गौरचन्द्राय राधिकायै तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितीर्षदन्तमोन्दम् संसारिणं करुणयागपुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। शृण्वतां सुखदा कृष्ण पुण्यश्रवणकीर्तनः हृद्यन्तस्तो ह्यभद्राणि विघ्नोति सुहृत्सदाम्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवती नैष्टिकी। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। पंचतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तिशक्तिकम्। आनन्दलीलामय विग्रहाय हेमाभदिव्यश्च विसुन्दराय तस्मै महाप्रेमरसप्रदाय चैतन्यचन्द्राय नमो नमस्ते। कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनधारिणं श्रीचैतन्यमीश्वरं परमानन्दमाधवम्। ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. നമ്മളിന്ന് ശ്രീമദ് ഭാഗവതം 1:5:25 കടക്കുന്നത്. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ദിവസം 24-ാമത്തെ ശ്ലോകം വായിച്ചിരുന്നു. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ പോവുകയാണ്. യഥാർത്ഥത്തില് നാരദര് വ്യാസദേവനെ ശിക്ഷണം നൽകുന്നതായിട്ട് നമ്മൾ കണ്ടു. ആദ്യമേ ഈ അധ്യായത്തിൽ യഥാർത്ഥത്തിൽ എന്തെല്ലാമാണ് കാര്യങ്ങൾ നടന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കൂടി കടന്നുപോയാൽ മാത്രമേ നമുക്ക് ഈ അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ശ്രീ വ്യാസദേവൻ ഉണ്ടായ കൺഫ്യൂഷൻ എല്ലാം മാറ്റി സ്വയമേ കൺഫ്യൂഷൻ മാറിയിരുന്നു എങ്കിലും ഗുരുവിന്റെ പാദാംബുജത്തെ ആശ്രയിച്ചുകൊണ്ട് ഗുരുവിൽ നിന്ന് എന്താണ് പ്രശ്നമെന്ന് കേട്ടിട്ട് അതിനെ പരിഹരിക്കുന്നത് അതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പം അതിന്റെ രീതികൾ കുറച്ചുകൂടി പറഞ്ഞു കൊടുക്കുന്ന അവസരത്തില് നാരദര് തന്റെ ഗുരുവായ നാരദര് തന്നെ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നാരദർക്ക് 5-6 ജന്മങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്നറിയാം. പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ ഈ ഭാഗവത്തിൽ കൂടി തന്നെ 3 ജന്മങ്ങളെ കുറിച്ച് വിശദീകരിച്ചു പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ബ്രഹ്മാവിന്റെ പുത്രനായി അദ്ദേഹം ജനിക്കുന്നു.
പിന്നീട് ബ്രഹ്മാവിന്റെ തന്നെ ശാപമേൽക്കയാൽ അദ്ദേഹം അതായി ഒരു ഗന്ധർവനായി, ഉപബർഹണൻ എന്ന ഗന്ധർവനായി ജനിച്ചു. അതും കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിന് ഭൂമിയിൽ വന്ന് ഒരു മെയ്ഡ് സെർവന്റിന്റെ മകനായിട്ട് ജനിച്ചു. ബാക്കി 3 ജന്മങ്ങൾ പോകട്ടെ. നമുക്ക് ഈ 3 ജന്മങ്ങൾ നമുക്ക് ഭാഗവതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പം നാരദർ എങ്ങനെ നാരദരായി മാറി, എങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എവിടെയും ആത്മീയ ലോകത്തിലും അതുപോലെ ഭൗതിക ലോകത്തിലും മനസ്സുകൊണ്ട് വിചാരിച്ചാൽ എത്തിപ്പെടാൻ കഴിയുന്ന രീതിയിലേക്ക് അദ്ദേഹം ഉയർന്നത് എങ്ങനെ എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാമല്ലോ? നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം, പിന്നീട് ബാക്കി നമുക്ക് പറയാം. ശ്ലോകം നമ്പർ 25. ഉച്ഛിഷ്ടലേപാനനുമോദിതോദ്വിജൈഃ സകൃസ്മഭുഞ്ജേ തദപാസ്തകിൽവിഷം ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേതസ സ്തധർമ്മ ഏവാത്മരുചി പ്രജായതേ. ഉച്ഛിഷ്ടലേപാനനുമോദിതോദ്വിജൈഃ ഉച്ഛിഷ്ടലേപാനനുമോദിതോദ്വിജൈഃ സകസ്മപുഞ്ചേ തദപാസ്തകിൽഭിഷഃ ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേതസഃ എന്നെടുക്കുകയാണെങ്കിൽ തദ്ധർമ്മ ഏവാത്മരുചി പ്രജായതേ. ഉച്ഛിഷ്ടലേപാനനുമോദിതോദ്വിജൈഃ സകസ്മപുഞ്ചൈ തദപാസ്തകിൽഭിഷഃ ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേതസഃ തദ്ധർമ്മ ഏവാത്മരുചി പ്രജായതേ. ഉച്ഛിഷ്ടലേപാൻ അനുമോദിതോദ്വിജൈഃ. ഉച്ഛിഷ്ടലേപാൻ അതിലെ വേർഡ്സ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഉച്ഛിഷ്ടലേപാൻ അനുമോദിതഃ ദ്വിജൈഃ സകൃത് സ്മ ഭുഞ്ജേ തത് അപാസ്തു കിൽബിഷഃ ഏവം പ്രവൃത്യസ്യ വിശുദ്ധചേതസഃ തത് ധർമ്മ ഏവ ആത്മരുചി പ്രജായന്തി. ഇത്രയും വാക്കുകളാണ് ഇതിൽ ഉള്ളത്. അപ്പൊ അതിലെ ഉച്ഛിഷ്ടലേപാൻ അനുമോദിതോദ്വിജൈഃ. ഉച്ഛിഷ്ടലേപാൻ ഭക്ഷണ അവശേഷം എന്ന് വെച്ചാൽ കഴിച്ചതിന്റെ ബാക്കി ഭക്ഷണം. അനുമോദിതഃ അനുവദിക്കപ്പെടുകയാൽ, ദ്വിജൈഃ വേദാന്തികളായ ബ്രാഹ്മണരാൽ എന്നുവെച്ചാൽ വേദാന്തികളാൽ, സകൃത് കഥ പറയുന്നത് പോലെ പറയാം ഒരിക്കൽ, സ്മ ഭൂതകാലത്തിൽ, ഭുഞ്ചേ ഭുജിച്ചു, തത് എന്ന് വെച്ചാൽ ആ ചെയ്ത പ്രവൃത്തി, അപാസ്തു മീൻസ് അതിനെ ഇല്ലാതെയാക്കി, നശിപ്പിച്ചു അല്ലെങ്കിൽ ഇല്ലാതെയാക്കി എന്നൊക്കെ പറയും. കിൽബിഷ സർവപാപങ്ങളും, ഏവം അതേ രീതിയിൽ, പ്രവൃത്തസ്യ നിരതനായി തീർന്നു, വിശുദ്ധചേതസഃ വിശുദ്ധ ഹൃദയനായ ഒരുവന്റെ മനസ്സ്, ചേതസഃ വിശുദ്ധ ഹൃദയനായ ഒരുവന്റെ മനസ്സ്, തത് ആ സവിശേഷത, ധർമ്മ ഇവിടെ നമ്മുടെ ധർമ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വഭാവം എന്ന് വേണമെങ്കിലും അർത്ഥമാക്കാം. നമ്മുടെ ധർമ്മം ഏവ നിശ്ചയമായും, ആത്മരുചി അതീന്ദ്രിയമായ ആകർഷണം, പ്രജായന്തേ പ്രത്യക്ഷമായി. ഇത്രയും വാക്കുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ അതിന്റെ വിവർത്തനവും ഭാവാർത്ഥവും ഇനി നമുക്ക് വായിക്കാം. വിവർത്തനം. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പട്ട് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാക്ഷാദം സഹഗണരഘുനാഥാന്യതം സജീവം സത്വേദം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്യതംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് കി ജയ്. ശ്രീല ഗുരുദേവ് കി. ഇവിടെ വിവർത്തനവും ഭാവാർത്ഥവും വായിക്കാം. വിവർത്തനം: അവരുടെ അനുവാദത്തോടെ ഒരിക്കൽ മാത്രം അവരുടെ ഭക്ഷണാവശേഷം ഞാൻ ഭക്ഷിച്ചു. അപ്രകാരം ഭക്ഷിക്കയാൽ എന്റെ സർവ്വപാപങ്ങളും തൽക്ഷണം സമൂലം നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ എനിക്ക് ഹൃദയശുദ്ധി കൈവരികയും അതീന്ദ്രിയവാദികളുടെ അതേ നൈസർഗിക ഗുണം എന്നിലേക്ക് ആകർഷിതമാവുകയും ചെയ്തു. ഭാവാർത്ഥം: പ്രഭുവാദിക്ക് രോഗതുല്യം സാംക്രമികമാണ് ശുദ്ധഭക്തി. ഒരു ശുദ്ധഭക്തൻ സർവപാപങ്ങളിൽ നിന്നും സ്വതന്ത്രനാണ്. പരിശുദ്ധ ജീവസത്തകളിൽ വെച്ച് പരമപരിശുദ്ധനാണ് പരമദിവ്യോത്തമ പുരുഷൻ. ഭൗതിക ഗുണങ്ങളുടെ സംക്രമണത്തിൽ ഒരാൾ ഇത്തരത്തിൽ സമാന പരിശുദ്ധനാകേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം ഭഗവാന്റെ ശുദ്ധഭക്തനായി തീരുക സാധ്യമല്ല. മുകളിൽ പരാമർശിച്ച ഭക്തി വേദാന്തികളൊക്കെ ശുദ്ധഭക്തരാണ്. അവരുടെ സംസർഗത്താലും അവരുടെ ഉച്ഛിഷ്ടം ഒരിക്കൽ മാത്രം ഭക്ഷിച്ചതിനാലും അവരുടെ ഗുണങ്ങളുടെ പരിശുദ്ധിയാൽ ബാലൻ പരിശുദ്ധനാക്കപ്പെട്ടു. ശുദ്ധഭക്തരുടെ അനുമതി കൂടാതെ പോലും അത്തരം ഉച്ഛിഷ്ടം ഭക്ഷിക്കാം. ചില കപടഭക്തന്മാരുണ്ട്. അവരെക്കുറിച്ച് നാം അതീവ ജാഗ്രതയുള്ളവരാകണം. ഭക്തിയുത സേവനത്തിൽ പ്രവേശിക്കുന്നതിന് നിരവധി തടസ്സങ്ങളുണ്ട്. എന്നാൽ ശുദ്ധഭക്തരുടെ സംസർഗത്തിലൂടെ എല്ലാ വിഘ്നങ്ങളെയും ദൂരീകരിക്കാം. അഭിനവ ഭക്തൻ അനുഭവത്തിൽ ശുദ്ധഭക്തന്റെ അതീന്ദ്രിയ ഗുണങ്ങളാൽ സമൃദ്ധനായി തീരുന്നു. അതായത് പരമദിവ്യോത്തമ പുരുഷന്റെ നാമ രൂപ ഗുണ ലീലാദികളിൽ ആകർഷിതനായി തീരുന്നു എന്ന് അർത്ഥം. ശുദ്ധഭക്തന്റെ ഗുണങ്ങൾ സംക്രമിക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പരമദിവ്യോത്തമ പുരുഷന്റെ അതീന്ദ്രിയ കർമ്മങ്ങളിൽ സദാ ശുദ്ധഭക്തിയുടെ മാധുര്യം നുകരുക എന്നതാണ്. ഈ അതീന്ദ്രിയ സ്വാദ് തൽക്ഷണം സർവഭൗതിക വിഷയങ്ങളെയും അരുചിയുള്ളതാക്കുന്നു. ആകയാൽ ഒരു ശുദ്ധഭക്തൻ ഭൗതിക പ്രവർത്തനങ്ങളിൽ പിന്നെ ഒരിക്കലും ആകർഷിതനാകുന്നില്ല. ഭക്തിയുത സേവന പാതയിലെ സർവവിഘ്നങ്ങളും ദൂരീകൃതമായ ശേഷം ഒരാൾക്ക് അചഞ്ചലത ആർജിക്കുവാനും ശ്രേഷ്ഠമായ രുചി അനുഭവിക്കുവാനും അതീന്ദ്രിയ വികാരങ്ങൾ അനുഭവിക്കുവാനും ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുത സേവന തലത്തിൽ നിവിഷ്ടനാകാനും കഴിയുന്നു. ഈ സർവവ്യവസ്ഥകളും ശുദ്ധഭക്ത സംസർഗത്താൽ പുഷ്ടി പ്രാപിക്കുന്നു. ഈ കാവ്യശകലത്തിന്റെ സാരം ഇതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും ശ്ലോകം കേട്ടല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ ബാലൻസ് ആണ് ഈ പറഞ്ഞു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. കാരണം എന്താണ്? അവരുടെ അനുവാദത്തോടെ ഒരിക്കൽ മാത്രം അവരുടെ ഭക്ഷണാവശേഷം ഞാൻ ഭക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. ആരുടെ അനുവാദം, എങ്ങനെ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഇപ്പൊ കഴിഞ്ഞ 24-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്വഭാവപരമായി നിഷ്പക്ഷരായിരുന്നിട്ടും ആ വേദാന്ത അനുവർത്തികൾ അവരുടെ അഹൈതികമായ കൃപയാൽ എന്നെ അനുഗ്രഹിച്ചു. അപ്പൊ നേരത്തെ നമ്മൾ ശ്ലോകങ്ങളിൽ പഠിച്ചു. അദ്ദേഹത്തിന്റെ ജന്മത്തെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ അദ്ദേഹം ഇവിടെ ആരാണ്? ഒരു മെയ്ഡ് സെർവന്റിന്റെ മകനായിട്ടാണ് വന്ന് ജനിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നമ്മുടെ 3 ജന്മങ്ങളിലെ ഈ ജന്മത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഒരു സ്ത്രീ എന്താണ് മഴക്കാലമാകുമ്പോഴത്തേക്ക് യാത്ര ചെയ്യുന്ന വേദാന്തികൾ എവിടെങ്കിലും ഒരു വീട്ടിൽ തങ്ങും. കാരണം യാത്ര ആ കാലഘട്ടത്തിൽ അത്രമാത്രം വലിയ മഴയും കാറ്റും ഒക്കെ ആവുമ്പോൾ അവർക്ക് സഞ്ചരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരോടത്ത് താമസിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ പൂക്കളും അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണമൊക്കെ പാകം ചെയ്യാനായിട്ട് ആരെങ്കിലും അതിന് തക്ക ആൾക്കാരെ അവര് നിയുക്തരാക്കാറുണ്ട്. അങ്ങനെ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് അതിനൊരു അവസരം കിട്ടി. അങ്ങനെ അമ്മ ഡെയിലി പോകുമായിരുന്നു എന്ന് നമ്മൾ കേട്ടു. അപ്പൊ അവിടെ നിന്ന് ഈ കുട്ടിയും ആ വേദാന്തികളുമായിട്ട് ഒരു അടുപ്പത്തിലാകുന്നു എന്നുള്ളതാണ്. പക്ഷെ പ്രത്യേകിച്ച് ആ കുട്ടി പറഞ്ഞിരുന്നു, ആ കുട്ടി അനുസരണാശീലമുള്ളവനാണ്, ആത്മനിയന്ത്രണമുള്ളവനാണ്, വിനോദങ്ങളിൽ ഒട്ടും തന്നെ താല്പര്യമില്ല, കളിച്ച് ചാടി ഓടി നടക്കുന്നവരെയാണെങ്കിൽ വേദാന്തികളൊന്നും ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ അങ്ങനെ ആവശ്യത്തിലധികം സംസാരിക്കുന്ന പ്രകൃതവും ആ കുട്ടിക്ക് ഇല്ലായിരുന്നു എന്നുള്ളത്.
അപ്പം എല്ലാം കൊണ്ടും ഭക്തി വേദാന്തികൾക്ക് അവർ എന്ന് വെച്ചാൽ അനുസരിക്കാവുന്ന, എന്ന് വെച്ചാൽ വിളിക്കാവുന്ന, അവരുടെ അനുസരണയ്ക്ക് നിൽക്കുന്ന ഒരു കുട്ടിയാണെന്ന് അവർക്ക് തോന്നിയിരുന്നു എന്നുള്ളതാണ്. എന്ന് വിചാരിച്ച് ആ കുട്ടി അങ്ങ് ചാടി ചെല്ലുകയോ അമ്മ അവിടെ പോകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ചെന്ന് അവരെ ശല്യപ്പെടുത്തുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല. കുട്ടി അവന്റെ കാര്യം നോക്കി ജീവിച്ചിരുന്നു. പക്ഷേ അവൻ ഇടയ്ക്കിടയ്ക്ക് അവൻ ഇതെല്ലാം ശ്രദ്ധിക്കുമായിരുന്നു, ഇവരുടെ സംഭാഷണങ്ങളെല്ലാം ശ്രദ്ധിക്കുമായിരുന്നു. അതൊക്കെ അവർക്കും അറിയാമായിരുന്നു ഉള്ളാലെ. അങ്ങനെ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് അവനെ അനുഗ്രഹം നൽകാൻ അവര് തയ്യാറായത് എന്ന് നമ്മളെ കണ്ടു. അവരുടെ അഹൈതുകമായ കൃപയാൽ. അപ്പം അവർക്ക് എന്താണ് അഹൈതുകി, ആ ഒരു എന്നുവെച്ചാ അങ്ങനെ ഒരു ഇതില്ല, ചെയ്യണമെന്നില്ല. പക്ഷേ അവൻ എന്നോ ആർജിച്ചു വെച്ചിരുന്ന, എന്ന് വെച്ചാൽ നമ്മളൊക്കെ പറയല്ലേ, നമ്മൾ എന്നോ ചെയ്ത ഒരു കർമ്മത്തിന്റെ ഫലമാണ് സുഹൃതമായി നമുക്ക് കിട്ടുന്നത്. അപ്പൊ അജ്ഞാത സുഹൃതി എന്നൊന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇല്ലേ, അജ്ഞാത സുഹൃതി നമ്മുടെ ചില സമയത്തൊക്കെ നമുക്കൊക്കെ അത് ലഭിക്കും. കാരണം അത് എങ്ങനെ വരുന്നു എന്നറിയില്ല. നമ്മൾ ഒന്നും അറിയാതെ നടന്നു പോകുമ്പോഴായിരിക്കാം ചിലർ നമ്മളെ സഹായിക്കാനായി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ വൃന്ദാവനത്തിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, വൃന്ദാവനത്തിലൊക്കെ നമ്മളിങ്ങനെ ഒന്നും അറിയാതെ യമുനാ തീരത്തുകൂടി ഇങ്ങനെ നടന്നു പോകുന്ന അവസരത്തിലും മറ്റും പല ആൾക്കാരും അവിടെ ദീപം സമർപ്പിക്കാറുണ്ട്. അപ്പൊ ആ ദീപം സമർപ്പിക്കുന്ന അവസരത്തില് ചിലപ്പം നമ്മളെയും വിളിച്ച് ഒരു ദീപം, നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായില്ല, നമ്മളെയും വിളിച്ചൊരു ദീപം തന്നിട്ട് ഇത് യമുനാദേവിക്ക് സമർപ്പിക്കൂ എന്ന് പറയും. അപ്പൊ ഇത് അവരുടെ അകാരണമായ എന്തോ ഒരു കൃപയാണ് നമ്മളോട് കാണിക്കുന്നത്. അല്ലാതെ നമുക്കത് കിട്ടാനൊരു അർഹത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്നോ ഒരു പക്ഷേ ഭഗവാന്റെ അകാരണമായ കാരുണ്യം നമ്മളിൽ ചൊരിയുന്നതാകാം, അല്ലെങ്കിൽ അവരുടെ അകാരണമായ കാരുണ്യം നമ്മളിൽ ചൊരിയുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇതെല്ലാം ഉണ്ട്. ഈ കുട്ടി വളരെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ കുട്ടി അവിടെ കടന്നു ചെല്ലാനും ആവശ്യമില്ലാതെ സംസാരിക്കാനും ഒന്നും പോകാഞ്ഞതുകൊണ്ട് അവർക്ക് ആ കുട്ടിയോട് അഹൈതുകമായ ഒരു കരുണ ഉണ്ടായി. അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ അൺകണ്ടീഷണൽ മേഴ്സി എന്ന് പറയും. അത് കിട്ടണമെന്നില്ല, പക്ഷെ കിട്ടുന്നു. അപ്പൊ എന്താണ്, വളരെ എന്നോ ചെയ്ത ഒരു സുഹൃതം, യഥാർത്ഥ സുഹൃതി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പം യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരുടെ അവിടെ താമസിച്ചിരുന്ന ആ മുനിമാരുടെ അല്ലെങ്കിൽ ആ മഹാത്മമാരായ ആൾക്കാരുടെ വിശാല മനസ്കത കൊണ്ട് നാരദനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് എന്ന് പറയാം. അവന്റെ അനുസരണാശീലം കൊണ്ടും അവന്റെ അതുല്യമായ ഗുണങ്ങൾ കൊണ്ടും അവനെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. അങ്ങനെ അവന് ക്വാളിറ്റീസ് വളരെയധികം ഉണ്ടായിരുന്നു. അപ്പൊ അത് അവന്റെ ഫർദർ ഡെവലപ്മെന്റിന് സഹായകമായി തീരുകയും ചെയ്തു. പിന്നീട് അവന് മുന്നോട്ട് പോകുന്നതിന് അവരുടെ ആ അനുഗ്രഹം അവരുടെ വളരെ കാര്യമായി തീർന്നു എന്നുള്ളതാണ്. അപ്പം അജ്ഞാത സുഹൃതിയാൽ അവന് ഉയരാൻ കഴിഞ്ഞു എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പം പണ്ഡിതന്മാർ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. പക്ഷേ അവരുടെ മനസ്സിൽ അവർക്ക് അനുഗ്രഹം കൊടുക്കേണ്ടവരെ അവർക്ക് ഭഗവാൻ തോന്നിപ്പിക്കും എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം ആരോടും അവർക്കൊരു പ്രത്യേകതയും ഇല്ല. കാരണം എന്താ, സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനം അമോഹനം ച എന്ന ശ്ലോകം വായിക്കുമ്പോൾ നമുക്കറിയാം എല്ലാവരിലും ഭഗവാൻ അടങ്ങിയിരിക്കുന്നു. അപ്പൊ ആരോടെയും പ്രത്യേകത എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്തുകൊണ്ട് കൊടുത്തു, അത് പലർക്കും പല അജ്ഞാത സുഹൃതി ലഭ്യമാകാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, വേദങ്ങളിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? പരമദിവ്യോത്തമ പുരുഷനുമായുള്ള ജീവാത്മാക്കളുടെ ബന്ധത്തെ ദൃഢമാക്കുകയായിരിക്കണം നമ്മുടെ ഈ ജന്മത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ ചെയ്യേണ്ടത്. അതിന് മാർഗമായി നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് നമുക്ക് എടുക്കാവുന്നത് എന്താണ്? ഭക്തിയുത സേവനവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ പഠിക്കണം. അതുപോലെ അതിനുശേഷം നമുക്ക് ഭഗവാനിലേക്ക് മടങ്ങി ചെല്ലാൻ കഴിയുകയും, കാരണം നമ്മൾ അവിടുന്ന് വന്നത് അല്ലേ, നമുക്ക് നമ്മുടെ ഇപ്പൊ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് പോയാലും നമുക്ക് എത്രയും വേഗം തിരിച്ചെത്തണമെന്നുള്ളതാണ് ആഗ്രഹം അല്ലെ. അപ്പൊ അവിടെ അങ്ങ് താമസിക്കാൻ നമുക്ക് തോന്നില്ലയോ, എനിക്ക് നാളെ പോകണം എന്ന് പറയും. അപ്പൊ അതുപോലെ ഇവിടെയും നമ്മൾ വന്നിരിക്കുന്നത് എവിടെ നിന്നോ അവിടേക്ക് തിരിച്ചു പോകാൻ നമുക്ക് ആവശ്യമായ ഭക്തിയുത സേവനം ഒരു കയ്യിലും, പിന്നെന്താണ്, നാമജപം മറ്റേ കയ്യിലും, രണ്ടും വേണം നമുക്ക്, ഒരുപോലെ അത്യാവശ്യമായിട്ടുള്ളതാണ്.
അങ്ങനെ രണ്ടും പിടിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ നമുക്ക് കഴിയും. അതിന് സഹായകമായിട്ട് ഈ ഭക്തി വേദാന്തികളെ പോലെയുള്ള ആൾക്കാർ നമ്മളെ സഹായിക്കാനുണ്ട്. അത് സഹായിക്കാൻ എത്തും നമുക്ക് അതുണ്ടെങ്കിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക. ഇവിടെ നാരദന് അത് ലഭിച്ചു എന്നാണ് നാരദൻ ഇവിടെ പറയുന്നത്. ഇനിയിപ്പം ഈ ശ്ലോകത്തില് പ്രത്യേകിച്ച് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ജീവാത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും കാലം, കർമ്മം, അല്ലെ, പ്രകൃതി, ഇതിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയായിട്ട് നമ്മുടെ ഈ ലൈഫ് ബന്ധപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അതിന് കാലത്തെ പ്രതീക്ഷിച്ചിരിക്കേണ്ട കാര്യമില്ല. കാലം വന്നുകൊള്ളും നമ്മളെ സഹായിക്കാനായിട്ട്. എന്താണ് ആ ഒരു മഹാന്മാരായ ആൾക്കാരുടെ സദാകൃപ നമുക്ക് കിട്ടിക്കൊള്ളും. സദാകൃപ അല്ലെങ്കിൽ മഹത് സേവ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശ്രദ്ധ നമ്മൾ കൊടുക്കുകയാണ് പ്രധാനമായിട്ട് ചെയ്യുക. ശ്രദ്ധയുണ്ടെങ്കിൽ ഗുരുപാദ ആശ്രയം നമുക്ക് വരും. ആ ഗുരുപാദ ആശ്രയത്തിൽ നിന്ന് നമുക്ക് മഹത്സേവ ചെയ്യാൻ കഴിയും. അങ്ങനെ അവരുടെ സദാകൃപ നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യമായി നമ്മൾ വേണ്ടത് നമുക്ക് നമ്മളെ ഭഗവാനിലേക്കുള്ള ഭഗവത് പാദങ്ങളിലേക്കുള്ള ശ്രദ്ധ, ആ ശ്രദ്ധ, ആ ഗുരുപദാശ്രയത്തിലേക്കുള്ള ശ്രദ്ധ. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? കാര്യങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്താണ്? ആ സദാകൃപ നമുക്ക് ലഭിക്കും. മഹത്സേവയിൽ കൂടിയേ നമുക്ക് സദാകൃപ ലഭിക്കാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു യഥാർത്ഥത്തിൽ ഒരു ദാസീപുത്രനെ എങ്ങനെയാണോ ഉയർന്നു പോകാൻ കഴിഞ്ഞത് എന്നിവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കഥ പറയുന്ന കൂട്ടത്തിലാണിത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, അവരുടെ അനുവാദത്തോടെ ഒരിക്കൽ മാത്രം അവരുടെ ഭക്ഷണ അവശേഷം ഞാൻ ഭക്ഷിച്ചു. അപ്രകാരം ഭക്ഷിക്കാൽ എന്റെ സർവഭാവങ്ങളും തക്ഷണം സമൂലം നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ എനിക്ക് ഹൃദയശുദ്ധി കൈവരികയും അതീന്ദ്രിയവാദികളുടെ അതേ നൈസർഗിക ഗുണം എന്നിലേക്ക് ആകർഷിതമാകും. ഇപ്പം നമുക്കൊരു സംശയമുണ്ട്. നമ്മളെല്ലാവരും എത്രയോ കാലമായിട്ട് കഴിക്കുന്നവരുണ്ട്, അല്ലെ? എന്താണ്, പ്രസാദം കഴിക്കുകയാണ്. നമ്മളെല്ലാം വളരെ പ്രസാദം നമ്മൾ ശുദ്ധമായിട്ട് ഉണ്ടാക്കി ഭഗവാനെ സമർപ്പിച്ച് നമ്മൾ കഴിക്കുക. നമുക്ക് എന്താണ് ഈ സദാകൃപ വരാത്തത്? നമ്മൾ എന്താണ് നമ്മളിലേക്ക് ആ ഗുണം ആകർഷിതമല്ലാത്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം വിധി പ്രകാരം വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ആ വിധി പ്രകാരം കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് ഉണ്ടാക്കേണ്ടത്? പ്രേമം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആരോടുള്ള പ്രേമം? ഭഗവാനോടുള്ള ആ പ്രേമം. ആ ഭഗവാൻ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇന്ന് എൻ്റെ ഭഗവാന് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്തില്ല എങ്കിൽ എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്യട്ടെ? കുഞ്ഞേ എന്ന ഭാവത്തിൽ എൻ്റെ ഭഗവാൻ പട്ടിണി ഇരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എത്ര വയ്യെങ്കിലും നമ്മൾ എവിടെ എന്ത് കിടക്കുകയാണെങ്കിലും ചാടി എഴുന്നേറ്റ് പോകും. അതുപോലെയാണ് നമ്മുടെ മക്കളെ നോക്കിയത്. അതേപോലെ നമ്മുടെ കുഞ്ഞിന് സ്കൂളിൽ വിടാനുള്ള അമ്മമാർ എത്ര തത്രപ്പാടോടാണ് വെളുപ്പിനെ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനായിട്ട്. അതെടുത്തില്ല, ലഞ്ച് ബോക്സ് എടുത്തില്ല, ഇൻസ്ട്രുമെന്റ് ബോക്സ് എടുത്തില്ല, ബുക്ക് എടുത്തു വെച്ചില്ല, ബാഗ് എടുത്തില്ല, കൊണ്ടുവിടണം എന്ന് പറയുന്ന ആ ഒരു 1-ാം ക്ലാസ് LKG, UKG 1-ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികളെ അമ്മമാർ വിടുന്നത് എത്ര ശ്രദ്ധയോടെയാണ്. അപ്പൊ അങ്ങനെ ആ ശ്രദ്ധ നമ്മുടെ ഭഗവാനിലേക്ക് കൊടുക്കണം ഇവിടെ. അതുപോലെ എന്ന് വെച്ചാൽ ഭഗവാനെ ഞാൻ കൊടുത്തില്ലെങ്കിൽ എൻ്റെ ഭഗവാന് കൊടുക്കാൻ ആരുമില്ല. ഞാൻ ഭഗവാനെ ഉണർത്തേണ്ടിയിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് എനിക്ക് വെളുപ്പിനെ തന്നെ ഭഗവാനെ ഉണർത്തേണ്ടിയിരിക്കുന്നു. ഭഗവാന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ഭക്തിയുത സേവനം ചെയ്യേണ്ടിയിരിക്കുന്നു. ആ ഭാവത്തോടുകൂടിയോ ഭഗവാനെ പ്രസാദം കൊടുത്തില്ല എന്നുള്ള ഭാവത്തോടുകൂടി ആ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് വീണ്ടും ആ പ്രസാദത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ശുദ്ധഭക്തി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ വെറുതെ ഭക്തി എന്ന് പറഞ്ഞുകൊണ്ടാവില്ല. നമ്മുടെ മനസ്സിൽ ശുദ്ധഭാവം ഉണ്ടാകണം. ഭഗവാനോടുള്ള പ്രേമഭാവം നമ്മളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു പരിശുദ്ധനായി തീരുന്ന ഒരു ഭക്തനെ സർവപാപങ്ങളിൽ നിന്നും സ്വതന്ത്രനാകാൻ കഴിയണം.
അപ്പൊ നമുക്കറിയാം ഭക്തിയുത സേവനത്തിൽ കടക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് തീർച്ചയായും ഉണ്ടായിരിക്കും. ചിലർക്കൊണ്ട് ഭാഗ്യം ചെയ്ത ചില ആൾക്കാർക്ക് ഇപ്പൊ കുടുംബത്തിൽ എല്ലാവരും ഒന്നുപോലെ നേരത്തെ തന്നെ ഭക്തരാണ്, വൈഷ്ണവ ഭക്തരാണെങ്കിൽ അവരുടെ വീട്ടിൽ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകും. ഇല്ലാത്തവർക്ക് പല കാര്യങ്ങളെയും അഭിമുഖീകരിച്ചു കൊണ്ടായിരിക്കും. അപ്പോഴും അവരുടെ മനസ്സിൽ മറ്റൊന്നുമല്ല, എപ്പോഴും എന്റെ ഭഗവാന് വേണ്ടി ചെയ്തില്ലല്ലോ, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, എനിക്ക് ഭഗവാന് വേണ്ടി ചെയ്യാനുള്ളത് ചെയ്യണം എന്ന ആ ഒരു ഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അപ്പൊ ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടത് വേറെ ഒന്നുമല്ല, ഭഗവാനെ എങ്ങനെയാണോ വിധിപ്രകാരം നമ്മള് പ്രസാദം എങ്ങനെയാണോ കൊടുക്കേണ്ടത്, അങ്ങനെ അതിന്റെ മാഹാത്മ്യം കൊടുക്കേണ്ടതെന്നല്ല, അതിന്റെ മാഹാത്മ്യം എന്താണ് എന്നാണ് ഈ ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ശ്രദ്ധയോടുകൂടി വേണം കാര്യം ചെയ്യാനെന്ന് പറഞ്ഞു. പിന്നെ എന്താണ്, ശ്രദ്ധയോട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അതിലൊരു അഭിരുചി നമുക്ക് ഉണ്ടാകുന്നത്. ചുമ്മാ നമുക്ക് ഒന്നിനോട് ഇതാക്കി കാണത്തില്ല. നമ്മൾ എപ്പോഴും എന്താണ്, നമ്മള് ഒരു ഭാഗവതത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു, 2:16 തൊട്ട് 21 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു. ഭഗവാനെ എങ്ങനെയാണ് ഭഗവാനോട് സ്നേഹം വരുന്നത്? ആദ്യമേ ശ്രദ്ധ വേണം, പിന്നെന്താണ്, സാധുസംഗം വേണം. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? പറയാൻ കഴിയുമെങ്കിൽ പറയൂ. ഹരേ കൃഷ്ണ. ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ പറയുന്നതാണ്. ഏത് രീതിയിലാണ് നമ്മൾ ഭഗവാന്റെ പ്രേമഭാവത്തിലേക്ക് എത്തുക? ആർക്കെങ്കിലും ഒന്ന് പറയാൻ കഴിയുമോ? ഹരേ കൃഷ്ണ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ശ്രദ്ധ വേണം, സാധുസംഗം വേണം, പിന്നെ ഭജനക്രിയ വേണം. അങ്ങനെ ഈ 3 കാര്യങ്ങൾ കിട്ടുമ്പോൾ, ശ്രദ്ധയും സാധുസംഗവും ഭജനക്രിയയും, ഈ 3 കാര്യങ്ങൾ കൂടി നമ്മുടെ മനസ്സിലെ അനർത്ഥ നിവൃത്തി, അങ്ങ് മനസ്സിലെ ഈ ആവശ്യമില്ലാത്ത ചിന്താതികൾ പോയിട്ട് അനർത്ഥ നിവൃത്തിയിൽ എത്തിപ്പെടും. അപ്പം ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, ഇതിൽ 3 കൂടി നമ്മള് അനർത്ഥ നിവൃത്തിയിൽ എത്തിപ്പെടണം. അവിടെ നിന്ന് നമ്മള് എനിക്ക് എന്റെ മനസ്സിലെ ആ മാലിന്യങ്ങൾ പോയി കഴിയുമ്പോഴേ ഞാനൊരു നിഷ്ഠയിലെത്തും. എനിക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കണം, ഭഗവാൻ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഭഗവാനെ കുറിച്ചുള്ള ചിന്താഗതി മനസ്സിൽ രൂഢമൂലമായി ഉറയ്ക്കും. അപ്പൊ അവിടെ ആ നിഷ്ഠയിൽ വരെ അത്രയുമാണ് നമ്മൾ ചെയ്യാൻ കഴിയുന്നത്. അവിടെ നിന്ന് നമ്മുടെ ഭാവം എന്തോ ആ ഭാവം അനുസരിച്ച് ഭഗവാൻ നമുക്ക് കാരുണ്യം തരും, നമുക്ക് കൂടുതൽ രുചി തരും, നമുക്ക് അതിനോട് കൂടുതൽ ആസക്തി തരും. അപ്പൊ അങ്ങനെ നമ്മളിൽ ഒരു ഭാവം ഉണ്ടാകും. ആ ഭാവം നമ്മെ പ്രേമത്തിലെത്തിക്കും. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ 9 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചതാണ്. നിങ്ങളതെല്ലാം പഠിച്ചാണ്. കാരണം 1, 2, 16 തൊട്ട് 21 വരെയുള്ള ശ്ലോകങ്ങളാണ്. അപ്പം ശ്രദ്ധ, സാധുസംഗം, ഭജനക്രിയ, അവിടെ നിന്ന് നമ്മള് അനർത്ഥ നിവൃത്തിയിലെത്തുക, അവിടെ നിന്ന് നിഷ്ഠയിലെത്തും. നിഷ്ഠയിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാവം എങ്ങനെയാണോ ആ ഭാവത്തിനനുസരിച്ച് പിന്നെ ഭഗവാൻ നമുക്ക് ദാനം ചെയ്യുകയാണ്. എന്തേ? രുചിയും ആസക്തിയും ഭാവവും പ്രേമവും, ഇത്രയും നമുക്ക് തരികയാണ്. അപ്പൊ ഈ നമുക്ക് തരുന്ന ഇതെല്ലാം എന്താണ്, എങ്ങനെയാണ്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, അല്ലേ? അതും നമ്മള് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞിട്ടുള്ളത് മറ്റേത് സ്റ്റെപ്പ് ഓഫ് ഡിവോഷണൽ സർവീസ് എന്ന് പറയും. ഇത് പ്രഹ്ലാദ് മഹാരാജ് നമുക്ക് പറഞ്ഞു തന്നതാണ്. ഏത്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. അപ്പൊ ശുദ്ധമാക്കാൻ നമുക്കുള്ള വഴിയാണ്. നമ്മൾ ഇതെല്ലാം ചെയ്യാൻ നമ്മുടെ മനസ്സിന് കഴിയണമെന്നുണ്ടെങ്കിൽ പ്രസാദത്തിന് ഏറ്റവും പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ വൈഷ്ണവ കൃപ കൊണ്ടാണ് നമുക്ക് ശ്രദ്ധ വരാനും ശ്രദ്ധ കൂട്ടാനും അതുപോലെ അറിവ് കിട്ടാനും കഴിയുന്നത്. അപ്പം വൈഷ്ണവ കൃപ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന് കഴിയുക. കൃഷ്ണകഥ ശ്രദ്ധയോടു കൂട്ടി കേട്ടിട്ട് അതിൽ ശ്രദ്ധയുണ്ട്, അതിലൊരു ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യണം. അപ്പോഴേ ഭജനേഷു സ്പൃഹ എന്ന് പറയും. ഭജനേഷു സ്പൃഹ വരും. അതിനോട് താല്പര്യം അങ്ങ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അവിടെ നിന്നാണ് നമ്മൾ ഭക്തിയിലേക്ക് കയറുന്നത്. അപ്പം നമ്മളിലെ അനർത്ഥങ്ങളെല്ലാം മാറിക്കിട്ടും. അനർത്ഥോപശമനം, അഭദ്രങ്ങളെല്ലാം മാറിക്കിട്ടി നമ്മൾ നിഷ്ഠയിൽ സ്റ്റഡിയാവും. നമ്മുടെ ഭക്തിയിൽ നമ്മൾ സ്റ്റഡിയായി നിൽക്കും. അവിടെ നിന്നാണ് രുചിയും ആസക്തിയും ഒക്കെ ഭഗവാൻ നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും. എന്നുവെച്ചാൽ ഭഗവാൻ പ്രദാനം ചെയ്യുക മീൻസ് നമ്മുടെ ആവേശം അനുസരിച്ച് അത് ലഭിച്ചിരിക്കും. അത് കൃഷ്ണ കരുണ കൊണ്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അപ്പൊ അതിനൊരു പ്രധാനപ്പെട്ട ഭാവമായിട്ട് നമുക്ക് നിൽക്കുകയാണ് പ്രസാദം എന്ന് പറയുന്നത്. അപ്പൊ രുചിയും ആസക്തിയും ഒക്കെ വരാൻ കൃഷ്ണകൃപയാൽ ഈ ഇതുപോലെയുള്ള ഭക്തിവേദാന്തികളുടെ സംസർഗം നമുക്കുണ്ടാകണം. എന്ന് വെച്ചാൽ നമുക്കിപ്പം ഭക്തിവേദാന്തി മീൻസ് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു അറിവുള്ള ശ്രേഷ്ഠരായ ആൾക്കാരെ കണ്ടെത്താനും അവരിൽ നിന്ന് കാര്യം ഗ്രഹിക്കാനും കഴിയണം. അപ്പൊ ഇഷ്ടം പോലെ മഹാരാജും അതുപോലെ ഗുരുക്കന്മാരും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരുപാട് ആൾക്കാരും ഉണ്ട്. അങ്ങനെ പറഞ്ഞ് അത് കേട്ടിട്ട് രുചിയും ആസക്തിയും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് രീതിഭാവത്തിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് മഹാപ്രസാദത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയും, ആഹാരം എടുത്തു വെച്ചിട്ടില്ലേ മഹാപ്രസാദേ ഗോവിന്ദേ നമോ ബ്രഹ്മണി വൈഷ്ണവേ എല്ലാരും പറയുന്നതല്ലേ. അപ്പൊ അത് മഹാഭാരതത്തിൽ നിന്നെടുത്തിട്ടുള്ള ആ ഭാഗം അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അതുപോലെ നമ്മൾ ഭഗവാന് പ്രസാദം നിവേദിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതിന്റെ പ്രാധാന്യം എത്രയാണെന്ന് ചൈതന്യചരിതാമൃതത്തിൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു നമ്മളോട് പ്രസാദം ഗ്ലോറിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രസാദം എന്ന് പറയുന്നത് ഭഗവാന്റെ കരുണയാണ്. അത് ഒരു നമ്മുടെ മാറ്ററും സ്പിരിറ്റും ആണല്ലോ നമ്മള്. അപ്പൊ ഇവയെ കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള അവസരം നമുക്ക് അതിനുള്ള ഒരു എബിലിറ്റി നൽകുന്നു. ഞാൻ മാറ്ററാണോ ഞാൻ സ്പിരിറ്റ് ആണോ എന്നുള്ള ഞാൻ ആരാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ശക്തി തരുന്നുണ്ട് എന്നുള്ളതാണ്. ചൈതന്യ ചരിതാമൃതത്തിലെ മധ്യലീലയിലെ 4:93 തോന്നുന്നു. അപ്പൊ അതിലെ പർപ്പോട്ടിലാണ് ശ്രീലപ്രഭുപാദര് പറയുന്നുണ്ട്, കൃഷ്ണാബോധം അനുസരിച്ച് ഭഗവാന് സമർപ്പിച്ചതായിരിക്കണം നമ്മുടെ ആഹാരം എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. 93 ആണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അവിടെ ശ്രീലപ്രഭുപാദര് പറയുന്നതാണ്, നമ്മൾ ഭഗവാന് നിവേദിച്ച ആഹാരം മാത്രമേ കഴിക്കാവൂ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കഴിക്കുകയും ചെയ്യണം. എത്ര പേർക്ക് അത് കൊടുക്കാമോ അത്രയും പേർക്ക് നമ്മളത് കൊടുക്കുകയും ചെയ്യണം എന്ന് പറയുന്നു. അപ്പൊ ഇന്ന് ഈ രീതി പ്രഭാതര് പറയുന്ന അനുസരിച്ച് ലോകം മുഴുവനും വ്യാപിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ നമുക്കും അറിയാം അല്ലെ, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു കഴിഞ്ഞു. എത്ര പ്രസാദം നമുക്കറിയാം, അമ്പലത്തിൽ നിന്നൊക്കെ കൊണ്ടുപോയി എത്രയോ പേർക്കാണ് പ്രഭുസം മറ്റും കൊടുക്കുന്ന അടങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എത്രയോ പേർക്ക് പ്രസാദം കൊടുത്ത് അവരൊക്കെ ധന്യരാകുന്നു അവരൊക്കെ. അപ്പൊ അതിലൊക്കെ ഉൾപ്പെടുന്നവരും മഹാഭാഗ്യവാന്മാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇന്ന് ലോകം മുഴുവനും ഇതുണ്ട്. എന്ത് പ്രയോജനം എന്താണ്, നമ്മളിലെ സിൻഫുൾ ആക്ടിവിറ്റി അവർ ഈ പ്രസാദം കഴിക്കുമ്പോൾ അവരിലുള്ള സിൻഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി അത് തടയുന്നു. അതുകൂടാതെ അവരിലുള്ള അസുര സ്വഭാവത്തെ, അതിനൊക്കെ നമ്മൾ കൊടുക്കുന്നവർ കാരണക്കാരായി മാറുകയാണ്. അവരിലുള്ള അസുര സ്വഭാവത്തെ അത് തടയുന്നു. അങ്ങനെ ഒരു ആസുരിക സ്വഭാവവും അതുപോലെ കുറയ്ക്കുന്നതിന് കഴിയുന്നു. ഇന്ന് നമ്മൾ ലോകത്തിൽ നോക്കിയാൽ എല്ലായിടത്തും അങ്ങനെയാണ്. അപ്പൊ ആസുര സ്വഭാവത്തെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഡെമോണിയാക് സംസ്കാരം ഒരിക്കലും ലോകത്തിന് ശാന്തി തരത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യരിലേക്ക് ഭഗവത് കുറിച്ചുള്ള ചിന്ത ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ ഈ പ്രസാദം സഹായകരമാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ യഥാർത്ഥത്തിൽ ഡിമൻസിന്റെ നേച്ചർ അതിനെ കുറയ്ക്കാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എന്ത് കിട്ടും, സമൂഹത്തിൽ ഒരു പീസ്ഫുൾ കണ്ടീഷൻ ഉണ്ടാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇന്ന് ചോദിക്കുക, ഇന്ന് പീസ്ഫുൾ കണ്ടീഷൻ വല്ലതും ഉണ്ട്? ഇല്ല. പക്ഷെ എത്ര പേര് ഇത് കഴിക്കുന്നുണ്ട്, എത്ര പേർക്ക് ഇത് വിശ്വാസത്തോടു കൂടി ഉണ്ടാക്കി സമർപ്പിക്കുന്നുണ്ട്? യഥാർത്ഥത്തിൽ ഫുൾ വിശ്വാസത്തോടു കൂടി നമ്മുടെ ഭഗവാന്റെ മുന്നിൽ പ്രസാദം വെച്ചുകൊണ്ട് നമ്മൾ രാവിലെ ചിലപ്പോൾ 2 ഇഡ്ഡലിയും ഒരു ചമ്മന്തി ആയിരിക്കാൻ വെക്കുക, അല്ലെങ്കിൽ സാമ്പാറായിരിക്കാൻ വെച്ചുകൊണ്ട് ഭഗവാൻ ഇത് കൊണ്ടുകൊടുത്ത് എത്രയും വേഗം മന്ത്രവും പറഞ്ഞ് ചോടും നമ്മൾ അല്ലെ. ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് ഓഫീസിൽ പോകേണ്ടവരാണ് കൂടുതലും, അല്ലെങ്കിൽ കുട്ടികളെ വിടേണ്ടവരാണ് കൂടുതലും. അപ്പൊ അവരെന്ത് ചെയ്ത് കൊണ്ടുവച്ച് ചൂടും. അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. അപ്പൊ ഇത് വളരെ ഭക്തിയോടെ ഭഗവാനെ ഇത് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു, എനിക്ക് ഇത് മാത്രമേ എനിക്കിപ്പോ സമർപ്പിക്കാൻ കഴിയുന്നുള്ളൂ, അങ്ങ് എന്തെല്ലാം രീതിയിൽ എന്തിനെയെല്ലാം മാറ്റിമറിക്കുന്ന അങ്ങേക്ക് എത്ര പ്രസാദമായിട്ട്, എത്ര കൂട്ടമായിട്ട്, പായസമായിട്ടോ അങ്ങേക്ക് വെണ്ണ ചേർത്തുള്ള പലഹാരങ്ങളായിട്ടോ എന്തായിട്ടും അങ്ങേക്ക് ഇതിനെ മാറ്റിക്കഴിക്കാൻ, അങ്ങ് ഇതെല്ലാം ഞാനിവിടെ സമർപ്പിച്ചിരിക്കുന്നത് ഇഡ്ഡലിയും ഇത് മാത്രമല്ല, അങ്ങേക്ക് ഇഷ്ടമുള്ള എല്ലാം എൻ്റെ മനസ്സുകൊണ്ട് ഇതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഭാവത്തിൽ നമ്മുടെ ഭാവമായിരിക്കണം അവിടെ വലുത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളെ സമർപ്പിക്കുക. അത് ഭക്തിയോടുകൂടി സമർപ്പിച്ചതിന് ശേഷം നമ്മൾ പോയിരുന്നൊരു മാല ജപിക്കുക. ആ ഒരു മാല ജപിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പോയി എടുക്കാവൂ. അങ്ങനെ എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അത്
ഇത് കൊണ്ടുവന്ന് മറ്റ് ഭോഗയുമായി ചേർക്കാനായിട്ട്. അങ്ങനെ വളരെയധികം, അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് നമ്മൾ അത്രയൊന്നും, നമ്മുടെ മനസ്സ് അത്രയൊന്നും വളർന്നിട്ടില്ല, അത്രയൊന്നും നമുക്ക് സമയവുമില്ല. ഇതെല്ലാം കാരണം കൊണ്ട് നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് ഒരിക്കലും നിങ്ങൾ എടുക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ പ്രസാദം പോസിറ്റീവായിട്ട് തന്നെ സമർപ്പിക്കുക, പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക, പോസിറ്റീവായിട്ട് തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പൊ ആ മാനസിക ഭാവം നമ്മളിൽ കൊടുക്കുന്നത് നമ്മുടെ കാര്യമല്ല, നമ്മൾ വെച്ചതല്ല, ഭഗവാൻ തന്നതാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്ന ചിന്താഗതി നമ്മൾ ഉണ്ടാക്കുക. അതാണ് സാങ്ക്ടിഫൈഡ് ഫുഡാണ് പ്രസാദമെന്ന് പറയുന്നത്. അപ്പൊ സമൂഹത്തിൽ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനാണ് ശ്രീല പ്രഭുപാദര് ഇവിടെ ശ്രമിച്ച് നമുക്കിതൊക്കെ പറഞ്ഞു തന്നെ. അപ്പൊ അതിനെ, പ്രസാദത്തെ നമ്മൾ എടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ അതിനെ ഓണർ ചെയ്യുന്നു, പ്രസാദത്തെ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുക, ഓണർ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ഈ ഇസ്കോണ് ആദ്യകാലത്തൊക്കെ ഈ ശ്രീല പ്രഭുപാദർ എന്ത് ചെയ്യുമായിരുന്നു, അമേരിക്കയിലൊക്കെ ചെന്ന് ആദ്യമൊക്കെ എന്ത് ചെയ്യും, സൺഡേ ഫീസ്റ്റ് ഒക്കെ നടത്തും, സ്വയമേ പ്രസാദം ഉണ്ടാക്കിയിട്ട്. സൺഡേ ലവ് ഫീസ്റ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹം പ്രസാദം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതെടുത്തിട്ട് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രസാദം കൊടുക്കുന്ന ഒരു പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്, നമുക്കറിയാമല്ലോ അത്. അപ്പൊ അതുകൂടാതെ അദ്ദേഹം ഗുലാബ് ജാം ഉണ്ടാക്കിയിട്ട് ഒരു ജാറ് നിറച്ചുണ്ടാക്കി വെച്ചിട്ട് അത് വിതരണം ചെയ്യുമായിരുന്നു. അതിനെ ഒരു കാലത്ത് എന്താണ് സ്വീറ്റ്, ഇസ്കോൺ സ്വീറ്റിനെ ഇസ്കോൺ ബുള്ളറ്റ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുമായിരുന്നു ഇത് മായക്കെതിരെ ഉള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെപ്പണാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഒരിക്കൽ അത് മറ്റുള്ളവരുടെ വായിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പ്രഭാതം തുള്ളിക്കളിക്കുമായിരുന്നു എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ മായക്കെതിരെ ഇതാ എന്ത് ചെയ്യുന്നു, ആഹാരം കഴിക്കുന്നു, മായക്കെതിരെയുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം തുള്ളിച്ചാടുന്ന അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ പ്രസാദം ഇങ്ങനെ മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാല്, യഥാർത്ഥത്തിൽ ഇസ്കോണിന്റെ ടെമ്പിളിൽ ഒരു ദിവസം അദ്ദേഹം നിന്നുകൊണ്ട് വെളിയിലോട്ട് നോക്കിയപ്പോൾ അടുത്തുള്ള ഒരു ഹോട്ടലിന്റെ അവിടെ കുറെ ഇലകള്, എച്ചിലകൾ കിടക്കുന്നു. അവിടെ മനുഷ്യർ അതിനുവേണ്ടിയുള്ള, അതിനകത്ത് ആഹാരം ഇരിക്കുന്നതിനെ കുറിച്ച് അതിനുവേണ്ടിയുള്ള ഒരു ഇത് കണ്ടു. അവരുടെ ഒരു പരിശ്രമം അത് കിട്ടാൻ വേണ്ടി അത് കണ്ടപ്പോൾ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ തീരുമാനമെടുത്തു, ഈസ്കോൺ ഏത് ക്ഷേത്രത്തിൽ എവിടെയുണ്ടോ അവിടെ ഒരു 10 മൈലിനുള്ളിൽ ആരും ഇനിയും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുത്താണ് ഈ പ്രസാദം വിതരണം ചെയ്യാനുള്ള ശ്രമം അദ്ദേഹം നടപ്പിലാക്കിയത് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രസാദം എന്ന് പറഞ്ഞാൽ കാരുണ്യമാണെന്ന് നമ്മൾ പറഞ്ഞു, അത് നമ്മുടെ ശരീരത്തെ നറിഷ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അതുപോലെ മൈൻഡിനെ ശുദ്ധമാക്കുന്നു. അങ്ങനെ സോൾ എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപമാണ്. ആ സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവിനെ അത് കൂടുതൽ ആനന്ദത്തിൽ തന്നെ നിലനിർത്തുന്നതിന് കഴിയുന്നു എന്ന് നമ്മൾ അറിഞ്ഞു. പിന്നെ ആരെയും ലിബറേറ്റ് ചെയ്യാൻ ഇതുകൊണ്ട് കഴിയും. കൃഷ്ണ പ്രേമം നൽകി എന്താണ് മെറ്റീരിയൽ ബോണ്ടേജിൽ നിന്ന് നമ്മളെ മറ്റുള്ളവരെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പ്രസാദം ഭഗവാൻ അർപ്പിക്കുമ്പോൾ സ്പിരിച്വൽ സബ്സ്റ്റൻസ് ആയി മാറുകയാണ്. അവിടെ നമ്മൾ സംശയിക്കരുത്. നമ്മൾ കൊണ്ടുവെക്കുന്നത് അതുപോലെ ഇങ്ങനെ എടുത്തോണ്ട് പോയിരുന്നു. അപ്പൊ ഭഗവാൻ കഴിച്ചോ എന്ന് ചോദിക്കും. അപ്പൊ ഭഗവാൻ കഴിച്ചോ കഴിച്ചില്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണ്ട. അത് നമ്മൾ കൊണ്ടുവച്ച വസ്തു എന്താ ഈ സ്പിരിച്വൽ സബ്സ്റ്റൻസ് ആയി മാറി എന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകാം. അപ്പൊ അതെടുക്കുമ്പോൾ അത് ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ എങ്ങനെ ഭഗവത്ഗീത 4:24 ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാടടുത്ത് പലയിടത്ത് പറയുന്നുണ്ട്. അതിൽ ഞാനിപ്പോ ഓർക്കുന്നത് പറയുകയാണ്. വസ്തുക്കളെ എന്ന് വെച്ചാൽ മാറ്ററിൽ അനുഭവപ്പെട്ടേക്കാവുന്ന മായ, നമ്മളെല്ലാം മായയുണ്ട്. നമ്മളെല്ലാം മായയ്ക്ക് ഇപ്പുറത്തോട്ട് നിർത്തിയിരിക്കുകയാണ്. മായയിൽ നിർത്തിയിട്ട് പരമശക്തനായ ഭഗവാൻ എന്താണ് ചെയ്യുന്നത്, നമ്മളെ പിടിച്ച് സ്പിരിച്വൽ ക്വാളിറ്റിയിലാക്കാനുള്ള ഒരു വഴിയാണ് നമുക്കിത് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം മായാബോധത്തെ ബ്രഹ്മബോധമാക്കി മാറ്റുക എന്ന ഒരു ഭാവമാണ് നമ്മളിവിടെ കാണുന്നത്. മായാബോധത്തെ ബ്രഹ്മബോധത്തിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ശ്ലോകം നമുക്ക് 4:24 ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്നൊരു ശ്ലോകമുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണത്. മറ്റാൾക്കാര് ഈ സ്കൂളിലുള്ള അല്ലാത്ത മറ്റ് ചില ആൾക്കാര് ഈ ശ്ലോകം പറഞ്ഞുകൊണ്ടാണ് ആഹാരം കഴിക്കുക. നമ്മൾ മഹാപ്രസാദേ ഗോവിന്ദേ എന്ന് പറയുന്നതിന് പോലെ ഇവര് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ അത് പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളിലൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുമുണ്ട്.
അങ്ങനെ ഒരു സ്പിരിച്വലൈസ്ഡ് ആക്കിയ ഫുഡ് അവർ കഴിക്കാൻ അവർ എടുക്കുന്നതാണ് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു മായാബോധത്തെ നമ്മൾ ബ്രഹ്മബോധമാക്കി മാറ്റുക. ഭഗവാൻ നമ്മുടെ ഹ്യൂമിലിറ്റി ശ്രദ്ധിക്കും, നമ്മളിലുള്ള ഭാവത്തെ ശ്രദ്ധിക്കും, നമ്മുടെ ഭഗവാനോടുള്ള സ്നേഹത്തെ ശ്രദ്ധിക്കും, ഭക്തന്മാരോട് കാണിക്കുന്ന രീതിയെ ശ്രദ്ധിക്കും. ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാകാം, നമുക്കെല്ലാം അറിയാം. അപ്പൊ അദ്ദേഹം ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ എന്ത് സമർപ്പിച്ചാലും അതിന്റെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്, അതിന്റെ പ്രധാന ഇൻഗ്രീഡിയന്റ് എന്താണ്? ഭക്തി, പ്രേമം. ആ പ്രേമത്തോടാണ് അവിടെ നമ്മൾ വെക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഒരുപാട് വില കൂടിയ വസ്തുക്കൾ മിക്കവാറും നമ്മളൊക്കെ എന്തെങ്കിലും വിശേഷം ഉള്ളപ്പോൾ 56 കൂട്ടമൊക്കെ വിളമ്പാറുണ്ട് അല്ലേ? അപ്പൊ 56 കൂട്ടമെങ്കിലും കുറഞ്ഞത് നമ്മൾ ഉണ്ടാക്കി വിളമ്പും. അപ്പൊ അങ്ങനെ ഭഗവാന്റെ മുമ്പിൽ കൊണ്ട് വെക്കുമ്പോൾ നമ്മളിൽ എന്താണ് ഭാവം, അതാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ മറ്റുള്ളവരോടുള്ള രീതി, ഭക്തന്മാരോടുള്ള രീതി, യഥാർത്ഥത്തിൽ ഭഗവാനോട് ഉള്ള ആ ഒരു പ്രത്യേക ഭാവം, ഇതൊക്കെ നമ്മളിൽ വാക്ക്, പ്രവൃത്തി, ഇതൊക്കെയും നമ്മളിൽ നിന്ന് നല്ലത് മാത്രമേ വരാവൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അപ്പം അങ്ങനെ ഭഗവാൻ വളരെയധികം, ഭഗവാനോട് നമ്മൾ ഒരു പ്രസാദം ഓണർ ചെയ്യും. പ്രസാദം കൊണ്ട് വെക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഭഗവാനിൽ തന്നെ ആയിരിക്കണമെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പം ആ മായയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ഇത് വളരെയധികം പ്രധാനമാണ്. അപ്പം നമുക്ക് എന്തൊക്കെ ഉണ്ടാകണം? ഹ്യൂമിലിറ്റി ഉണ്ടായിരിക്കണം, വളരെ ഭക്തിഭാവത്തിൽ നമുക്ക് ഭഗവാനോട് സ്നേഹം ഉണ്ടായിരിക്കണം. ഇതൊക്കെ വെച്ച് വേണം നമ്മള് വാക്ക്, ചിന്ത, പ്രവൃത്തി, ഇതെല്ലാം നമ്മൾ നല്ലതാക്കി കൊണ്ടുവേണം നമ്മൾ പ്രസാദം നിവേദിക്കാനെന്ന് നമ്മൾ പറയുന്നു. അപ്പൊ നമ്മളെ ഒരു വലിയ ഭക്തനായിരുന്നു മാധവേന്ദ്രപുരി. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ട് കാണിച്ച ഇതിന് ചരിതാമൃതത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നതാണ്. മാധവേന്ദ്രപുരി ഒരിക്കലെ വൃന്ദാവനത്തിൽ വന്നപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ സ്വപ്നദർശനം ഉണ്ടായി. ഞാനിവിടെ ഭഗവാൻ പറയുക, ഞാനിവിടെ ഒരു കുറ്റിക്കാട്ടി കിടക്കുകയാണ്, എന്നെ എടുത്ത് മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി എന്നെ എടുത്ത് പ്രതിഷ്ഠിക്കണമെന്ന്. അദ്ദേഹം വളരെ പ്രായമായ ആളാണ്. അദ്ദേഹം എന്ത് ചെയ്തു? രാവിലെ ഇത് കേട്ടുകൊണ്ട് ആ ഗ്രാമത്തിൽപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ട് അവരോടൊക്കെ കാര്യം പറഞ്ഞു. ശരി, അവരെല്ലാം അവരെല്ലാം കൂടി ചെന്നിട്ട് നോക്കി നടന്ന് അവസാന ശേഷം ഗോപാലിൽ നിന്നുള്ള ആ വിഗ്രഹം, ഞാൻ ഗോപാലനാണ്, അപ്പൊ അദ്ദേഹം അവിടുത്തെ എടുത്ത് ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പ്രതിഷ്ഠയൊക്കെ നടത്തിയതിനു ശേഷം അവരെല്ലാം കൂടി ചേർന്ന്, വില്ലേജേഴ്സാണ്, അവരെല്ലാം കൂടി ചേർന്ന് വലിയൊരു പ്രസാദം ഡിസ്ട്രിബ്യൂഷൻ അവിടെ നടത്തി. അപ്പൊ അവർക്കെല്ലാം അവരുടെ മാനസികമായിട്ട് ഭഗവാനെ കിട്ടിയുള്ള സന്തോഷം, ആ സ്നേഹം അവിടെ പ്രകടമാവുകയാണ് ചെയ്തത്. അപ്പൊ അവരെല്ലാം കൂടെ ചേർന്നിട്ട് ആ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും അന്നകൂട എന്ന ഒരു സെറമണി അവിടെ നടത്തുകയും ചെയ്തു. അന്നകൃത ദുഗ്ധഗ്രാമേ യഥചില ഗോപാലേ ആരേ ലീല ധാരില എന്നാണ് ആ ശ്ലോകം പറയുന്നത്. ആ ശ്ലോകത്തിൽ പറയുന്നു എന്തൊക്കെ വേണം എന്നാണ് അവിടെ പറയുന്നത്. അന്നം വേണം, അതുപോലെ അതാണ് ഗ്രെയിൻസ്, ധാന്യങ്ങളില്ലാതെ പറ്റില്ല, ധാന്യം വേണം, വെജിറ്റബിൾസ് വേണം, അതുപോലെ നെയ്യ് വേണം, പാല് വേണം, വെണ്ണ വേണം. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു പ്രസാദം ഉണ്ടാക്കി അവർ ഭഗവാന് നീതിച്ചു. വളരെ വലിയൊരു അന്നകൂട സെറമണിയായിട്ട് അത് മാറിയിരുന്നു. അപ്പം ഗോപാലന്റെ വില്ലേജിൽ ആൾക്കാരെല്ലാം ഭഗവാനെ പ്രതിഷ്ഠിച്ച് ഭഗവാനെ വളരെ സന്തോഷവാനാക്കി അവരുടെ ആ ഒരു പ്രസാദ നിവേദ്യം. അങ്ങനെ ആ പ്രസാദം കൊണ്ട് അവര് വളരെ സന്തുഷ്ടരായി എന്നാണ് ഇവിടെ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അവിടെ എങ്ങനെ പ്രസാദം നിവേദിക്കുന്നു, മനസ്സെങ്ങനെയാണ്, അതാണ് നമുക്ക് പ്രധാനം എന്നുള്ളത്. അപ്പം ഒരു അന്നകൂട സെറമണി അങ്ങനെ അവർ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഗോവർദ്ധനത്തെ കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അവിടെ എങ്ങനെയാണോ പ്രസാദം കൊടുത്തത് അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. പല പ്രസാദം, അതുപോലെ രഘുനാഥദാസ ഗോസ്വാമി നടത്തിയ പ്രസാദത്തെ കുറിച്ച് അതേക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് ഈ പ്രസാദം കൊണ്ട് സ്പിരിച്വൽ എനർജി ആകുന്നു, അങ്ങനെ ഭക്തന്റെ ഭാവം മാറുന്നു, സ്പിരിച്വൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാകുന്നു, ഒരു ഡിവോഷണൽ പ്രോസസ്സ് ഡെവലപ്പ് ആകുന്നു. പിന്നെ എങ്ങനെയാണ് മായയിലേക്ക് കൂപ്പികുത്തി വീഴാതെ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുന്നു പ്രസാദം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഭഗവാന്റെ മേഴ്സി നമുക്ക് വേണോ,
നമ്മളെ വളരെ വളരെ സ്നേഹത്തോടുകൂടി ഭഗവാന്റെ മുമ്പിൽ പ്രസാദം അർപ്പിക്കാൻ. അതുപോലെ നമ്മൾ പ്രസാദം എടുത്ത് അത് കഴിക്കുമ്പോഴും വളരെയധികം ഭക്തിയോടുകൂടി വേണം നമ്മളത് കഴിക്കാനേ. അപ്പം ഭഗവാനോട് എത്ര കാര്യമുണ്ടോ അത്രയും കാര്യത്തോടായിരിക്കണം പ്രസാദത്തെയും നമ്മൾ കരുതേണ്ടത്. അപ്പം പ്രിപ്പയറിംഗ് ടൈം വളരെ ഭക്തിയോടുകൂടി ആയിരിക്കണം കുക്ക് ചെയ്യുന്ന സമയത്ത്. അതുപോലെ നമ്മൾ നിവേദിക്കുന്ന ടൈം നമ്മളും ഭഗവാനും അല്ലാതെ വേറെ ആരും അവിടെ ഉണ്ടാകരുത്, ഒന്നും അവിടെ ഉണ്ടാകരുത്. അത് വളരെ പ്രധാനമാണ്. അതുപോലെ അത് എടുത്തുകൊണ്ടുവന്ന് ഈറ്റിംഗ് ടൈം അതും വളരെ കെയർഫുൾ ആയിരിക്കണം. അതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള നമ്മുടെ ആഗ്രഹവും വളരെ വലുതായിരിക്കണം. അപ്പം നമ്മള് ഒരു എന്താണ് ഇതെന്ന് വെച്ചാല് ഇതുകൊണ്ട് മറ്റുള്ളവരെ ശുദ്ധീകരിക്കാൻ കഴിയും, പ്യുവർ ഡിവോട്ടി ആക്കാൻ കഴിയും. അപ്പൊ ഭഗവാൻ ഓഫർ ചെയ്യുന്ന മഹാപ്രസാദത്തെ എന്ത് ചെയ്യുന്ന പ്രസാദം എടുത്ത് നമ്മൾ ഓഫർ ചെയ്തതിന് ശേഷം അത് ഭക്തന്മാർക്ക് കൊടുത്തു കഴിയുമ്പോൾ അതെന്താ മഹാപ്രസാദമായിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാം, മഹാരാജൊക്കെ വരുമ്പോഴത്തേക്ക് മഹാരാജ് കഴിച്ചതിന്റെ അല്പം പ്രസാദമായിരിക്കും. ചിലപ്പോൾ നമ്മള് പുരിയിലെ പാർവതി ദേവി പ്രസാദം കിട്ടാതെ ശിവനുമായിട്ട് വഴക്കുണ്ടാക്കിയത് പോലും നമ്മൾ കഥ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു നഖത്തിലിടുന്ന ഒരു എന്താണ് ചോറിന്റെ കാര്യത്തിലാണ് ആ ശിവനുണ്ടായ സന്തോഷവും പാർവതിക്ക് കിട്ടാതെ പോയതിലുള്ള വിഷമവും നമ്മൾ കഥ കേട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അതീന്ദ്രിയ ഭക്തർക്ക് ഇത് കൊടുത്തു കഴിയുമ്പോൾ, പ്രസാദം കൊടുത്തു കഴിയുമ്പോൾ അത് വളരെയധികം സന്തോഷമുള്ളതായി മാറുന്നു, അവരെ പരിശുദ്ധരാക്കി മാറ്റുന്നു. ഇവിടെ പറഞ്ഞേക്കുന്നത് അനുസരിച്ച് പരിശുദ്ധ ഭക്തരായ അവരിൽ നിന്ന് പ്രസാദം ലഭിച്ചു. അങ്ങനെ പ്രസാദം ലഭിച്ചപ്പോഴേ ആ ഭക്തിവേദാന്തികളിൽ നിന്ന് കിട്ടിയ ഉച്ഛിഷ്ടം ഒരിക്കൽ മാത്രം ഭക്ഷിച്ചതിനാലും, കൂടുതൽ പ്രജ്ഞാനൊന്നും അവരിന്ന് ഭക്ഷിച്ചില്ല, ഒറ്റ പ്രാവശ്യമേ ഭക്ഷിച്ചുള്ളൂ. അങ്ങനെ ഒരിക്കൽ മാത്രം ഭക്ഷിച്ചതിനാലും അവരുടെ ഗുണങ്ങളുടെ പരിശുദ്ധിയാൽ ബാലൻ പരിശുദ്ധനാക്കപ്പെട്ടു. അപ്പൊ അത്രയ്ക്ക് പരിശുദ്ധരായ ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിന് അത്രമാത്രം വലുപ്പമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രസാദം വലുതല്ല എന്ന് വിചാരിക്കണ്ട. അതേ ഭാവത്തോടുകൂടി കൃഷ്ണന്റെ മുൻപിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് കൃഷ്ണനേക്കാൾ വലുത് ആരുമില്ലല്ലോ. ഭഗവാൻ അപ്പുറത്ത് ആരാണുള്ളത്? ഭഗവാൻ അതുപോലെ പ്രസാദമാക്കി തരും നമുക്ക്. പക്ഷെ നമ്മുടെ ഭാവം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള വിശ്വാസം, നമ്മൾ കൊടുക്കുന്ന രീതി, ഇതൊക്കെ നമ്മൾ തന്നെ മാറി വേണം നമ്മൾ ഭഗവാന്റെ മുന്നിൽ ചെന്ന് പ്രസാദം വെക്കാൻ. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളായിട്ട് ചെന്നിക്കല്ല, നമ്മുടെ ഭാവനയെ മാറ്റിയിട്ട് വേണം പ്രസാദം കൊണ്ട് നമ്മളവിടെ കയറുന്നത്. അങ്ങനെയുള്ള പ്രസാദം ഒരിക്കൽ മാത്രം ഭക്ഷിച്ചതുകൊണ്ട് ഇവിടെ പ്രതിഫലം കിട്ടി. അതുകൊണ്ട് ആരും നിരാശരാകണ്ട. നമ്മൾ എത്രയോ പ്രാവശ്യം ഭക്ഷിച്ചിരിക്കുന്ന ഒരു പ്രയോജനമില്ലല്ലോ എന്നൊന്നും കരുതണ്ട. യഥാർത്ഥത്തിൽ തീർച്ചയായും അത് വളരെ നമ്മുടെ ഭാവം മാറുമ്പോൾ അത് വളരെ പ്രയോജനകരമായി ഭവിക്കുകയും ചെയ്യും. അപ്പം വേദാന്തികൾ ശുദ്ധഭക്തരായിരുന്നു. അവരുടെ സംസർഗാലും അവരുടെ ഉച്ഛിഷ്ടം ഒരിക്കൽ മാത്രം ഭക്ഷിച്ചതിനാലും അവരുടെ ഗുണങ്ങളുടെ പരിശുദ്ധിയാൽ ബാലൻ പരിശുദ്ധനാകപ്പെട്ടു. അപ്പം ശുദ്ധഭക്തരുടെ അനുമതി കൂടാതെ പോലും നമുക്കറിയാം, ശുദ്ധഭക്തരൊക്കെ വരുമ്പോ അവർ ഇന്നതെടുത്തോ ഇന്ന ആളിന് കൊടുക്കുന്നൊന്നും പറഞ്ഞിട്ടല്ലല്ലോ തരുന്നത്. അപ്പൊ അവരുടെ ബാക്കി ഒരല്പം അതിനകത്ത് ആ പാത്രത്തിൽ എന്തെങ്കിലും ഒരല്പം ഉണ്ടെങ്കിൽ അതിന് അടിപൊളിയായിരിക്കും അല്ലെ. അപ്പൊ അത് കിട്ടണമെന്നുള്ള ആഗ്രഹം നമ്മൾക്ക് ഉണ്ടാകുന്നു. അപ്പം ഒരു ശുദ്ധഭക്തരുടെ സംസർഗത്തിലൂടെ വിഘ്നങ്ങളെ ദൂരീകരിക്കാമെന്നും അവരിൽ നിന്ന് കിട്ടിയ ആ സംസർഗം കൊണ്ട് അദ്ദേഹം ഏത് രീതിയിലാക്കപ്പെട്ടു, നാരദൻ ആരായി തീർന്നു, ഏത് ലോകത്തിലും എവിടെയും അദ്ദേഹത്തിന് പ്രവേശനം, കൃഷ്ണന്റെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും ചെല്ലാനുള്ള, ശിവന്റെ അടുത്തും എവിടെ വേണമെങ്കിലും രാമാവിന്റെ അടുത്തോ ആരുടെ അടുത്തോ, ദുഷ്ടന്മാരുടെ അടുത്തും അദ്ദേഹത്തിന് ചെല്ലാൻ കഴിയും, ശുദ്ധഭക്തന്മാരുടെ അടുത്തും. നമുക്കറിയാം കംസന്റെ അടുത്തും അദ്ദേഹം ചെന്ന് കാര്യങ്ങൾ പറയും, രാവണന്റെ അടുത്തും പോകും, എവിടെ വേണേലും അദ്ദേഹം, ശിശുപാലന്റെ അടുത്തും പോകും, എവിടെ വേണേലും അദ്ദേഹം പോകാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അദ്ദേഹത്തെ ആരും തടയുമായിരുന്നില്ല എന്ന് നമ്മളെ അപ്പം പരമദിവ്യോത്തമ പുരുഷന്റെ നാമരൂപ ഗുണലീലാദികളിൽ ആകർഷനായി തീരുന്നതിന് ആ പ്രസാദം ഒരു കാരണമായി ഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അതിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഹരേ കൃഷ്ണ. നമുക്കിവിടെ നിർത്താം, സമയമായി കഴിഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടെങ്കിൽ പറയാം. കാരണം ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടല്ല വന്നത്. ഇന്നലെ രാത്രിയാണ് ഞാനാണ് ക്ലാസ് എടുക്കുന്നതെന്ന് പോലും അറിഞ്ഞത്. ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറയാം. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ മാതാജി. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ മാതാജി, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെ കുറിച്ച് ഒന്നുകൂടി പറയാനോ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ചേർക്കാം, ദയവ് ചെയ്ത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഇന്ന് പ്രൊഫസ് ഒന്നും ഇല്ലേ എന്തെങ്കിലും പറയാനായിട്ട്, അഭിപ്രായം പറയാനായിട്ട്? അഭിപ്രായമല്ല, എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളത്? ഒന്നും ഇല്ല, ഞാൻ എന്തെങ്കിലും കേട്ടതൊക്കെ വായി വന്നതൊക്കെ പറഞ്ഞു. ഹരേ കൃഷ്ണ. ഒന്നുമില്ല, നന്നായിരുന്നു മാജി. ട്രെയിനിലായതുകൊണ്ട് നന്നായിരുന്നു മാജി. ട്രെയിനിലായതുകൊണ്ട് നെറ്റ് കറക്റ്റ് അല്ല, നെറ്റ് വിട്ടുവിട്ടേ കേൾക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. മാജി, നമുക്ക് എൻഡ് ചെയ്യാമോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യഃ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗുഡ് ഡേ. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി.